എന്താടാ ഞാൻ ആകെ ഡിപ്രസ്ഡ് ആണ്. ഡിപ്രസ്ഡാ? എന്ത് ഡിപ്രസ്ഡ്? എനിക്കൊക്കെ ഡിപ്രഷൻ. നീ ആ പ്രായത്തിൽ എത്തട്ടെ, വല്ല പോയി തൊങ്കിട്ട് വിളിക്കുമ്പോ. ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ് പറയണ. എന്റെ ലവ് മാറ്റർ സ്റ്റക്ക് ആയിട്ടിക്കോണ്. ഇപ്പൊ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ വലിയ ഹാർട്ട് ബ്രേക്കിലേക്ക് പോകും. ഇതൊക്കെ വാക്കുകളാണ് മോനി പറയണത്. ആര് പഠിപ്പിച്ചെന്ന്? 10ാം ക്ലാസ് കഴിഞ്ഞ അവളുടെ ബാംഗ്ലൂരോളം മേമയുടെ വീട്ടിൽ നിർത്തി പഠിപ്പിക്കും. പിന്നെ എനിക്കൊന്ന് കാണാൻ പോയിട്ട് മിണ്ടാൻ പോലും പറ്റൂല. അയ്യോ 10ാം ക്ലാസ്സിൽ അവന് എന്തോരം സമയമുണ്ട്. നീ പോ, അപ്പ ചേട്ടൻ എന്തെങ്കിലും ചെയ്യാ. സമയമൊക്കെ ബും ചുന്ന് പറഞ്ഞു പോകും. അതുവരെ എനിക്ക് കാത്തിരിക്കാൻ പറ്റാത്തോണ്ട് ഞാൻ അവളെ ഇങ്ങനെ വിളിച്ചിറക്കിക്കൊണ്ടുവന്നു. ആരാ പുറത്ത് ഇപ്പുണ്ട്. വൈകിണ്ടായ തങ്കക്കൂടമേ മോളിക്കാ. ഏതാണ് ഈ കുഞ്ഞോ? ഇതാണ് ഗിഫ്റ്റ്, എന്റെ ഗിഫ്റ്റ്. മോളെ ഏതാണ്? എന്താണ്? ട്യൂഷൻ പോയതാണോ? ഞാൻ ബേബി വിളിച്ചപ്പോ വന്നതാ. ഏത് ബേബി? നിനക്ക് എത്ര വയസ്സാണ്? നിനക്ക് നീ എന്നെ കുറിച്ച് ആലോചിച്ചോ? നീ തമാശ കളിക്കണോ? നീ തമാശ അല്ലേട്ടാ. അമ്മ വരുമ്പോ അമ്മ സ്വീകരിക്കും. അമ്മ അറിയാറില്ല ഒരു മോളുണ്ടായിരുന്നെങ്കിൽ ആ മോളാണ് ഈ മോള്. അമ്മ ഒന്ന് രണ്ടിനെ കവളമടലോട്ട് അടിക്കും. പിന്നെ എന്ത് കഴിഞ്ഞാൽ എടാ 5 വർഷമില്ലേ, ചേട്ടൻ എന്തെങ്കിലും ഒക്കെ ചെയ്തുതരാം. ഇപ്പൊ അങ്ങോട്ട് പോകും. മോളെ ചേട്ടൻ വീട്ടിലാക്കി തരാം. ഗിഫ്റ്റ് ബേബി മേടിക്കണ്ട. എന്റെ ചേട്ടൻ സംസാരിക്കും നമ്മുടെ കാര്യം നിന്റെ വീട്ടില്. മോളുടെ വീട് എവിടെയാ? ഇവിടെ അടുത്താണല്ലോ. ജനതയിൽ എവിടെയാ? വാശന്റെ അടുത്ത് വട്ടന്മാർക്കൊന്റെ വീടിന്റെ അടുത്തൊന്നല്ല. ചേട്ടാ ഒന്നും ചെയ്യല്ലേ ചേട്ടാ. റോസ്മേരി മോളുടെ ആരാ? മാർക്കോ ഇടി പേഴ്സലായിട്ടുള്ള ദൈവം കൊണ്ടുവന്നേക്കണത്. പോവാ. ആന്റി വരാറുണ്ടോ? ആന്റി പ്രഗ്നന്റ് ആവും. 9ാം മാസത്തിൽ കൊണ്ടുവരും. പിന്നെ പ്രഗ്നന്റ് ആയ ചേട്ടാ കൊച്ചവിടെ കാല് തട്ടി വീണ് കാലിലെന്തോ പറ്റിയപ്പോ ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആണാടി? നല്ല വേദന. ഞാൻ പോയി കിടക്കട്ടെ. പാവം, നല്ല വേദന എടുത്തു. ഞാൻ പോട്ടെ ചേട്ടാ. എന്നാ പോലടാ. നീ ഇപ്പൊ എന്ത് ചെയ്യണം? ഞാനിപ്പോ ടൈലിന്റെ പണിക്കണോണ്ടാ. നിനക്ക് പെണ്ണൊന്നും ആയില്ലേ? വീട്ടിൽ നോക്കണ്ട്, കിട്ടിയിട്ടില്ല. നല്ല ജോലിയൊക്കെ ഓടിക്കടാ, അപ്പൊ പെണ്ണൊക്കെ കിട്ടും. അത് നോക്കാനുണ്ട്. എന്നാ ചെല്ലാ നോക്ക്. ഓക്കെ ചേട്ടാ. നീ ഇപ്പൊ എവിടെ താമസിക്കണം? ഞാൻ അവിടെ തന്നെ ഡായപ്പള്ളിപ്പടി. പുള്ളിപ്പടി അടുത്താണല്ലോ. എടാ ഏതൊരെണ്ണം കെട്ടണേ ഇവിടെ പുറകെ കിടപ്പുണ്ട്. എനിക്ക് അവനൊന്ന് നീ സ്കെച്ച് ചെയ്ത് തരണം. ചെറിയ പിള്ളേരല്ലേട്ടാ, അറിവില്ല പൈതങ്ങളല്ലേ വെട്ടുകളാ. ചെറിയ പിള്ളേരാണെങ്കിൽ അവന്റെ വീട്ടിൽ കയറി പണിയണം. അച്ഛനും ചേട്ടനൊക്കെ ഉണ്ടാവൂലേ, അത് അവരെ തല്ലണം. അപ്പൊ ഈ പരിപാടിയൊക്കെ നിർത്തിക്കോളൂ. ഞാൻ പോട്ടെ, ഞാൻ നോക്കിയിട്ട് പറയാം. 2 ദിവസം അതിനുള്ളിൽ എനിക്ക് അവനെ കിട്ടണം. വേറെ ആരും അറിയണ്ട, നമ്മ മാത്രം പറഞ്ഞാൽ മതി. ചേട്ടാ വീണ്ടും പ്രശ്നമായി. നമ്മുടെ വീട് സ്കെച്ച് ചെയ്ത്, അതുകൊണ്ട് ഞാൻ ആളെ വീണ്ടും വിളിച്ചിറക്കിക്കൊണ്ടുവന്ന്. നമുക്ക് എത്രയും പെട്ടെന്ന് കൊൽഹാപ്പുകളുള്ള അമ്മയുടെ വീട്ടിലേക്ക് പോകണം, ഇല്ലെങ്കിൽ വലിയ പ്രശ്നവും. സ്നേഹിച്ചു ചേട്ടാ.